ത്രിയേക ദൈവത്തിന് സ്തുതി. ഞാൻ ഇന്ന് അല്പനേരം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നോമ്പിനെ കുറിച്ചാണ്. ഉപവാസം എന്നാൽ ഒരുമിച്ച് വസിക്കുക എന്നാണ് അർത്ഥം. അതായത് ദൈവത്തോട് ഒരുമിച്ച് വസിക്കുക. നോമ്പ് എന്ന വാക്ക് പഴയ മലയാളത്തിലെ നൊയ്, അൻപ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. സ്നേഹത്തോടെയുള്ള സഹനം എന്നാണ് ഈ വാക്കുകൾക്ക് അർത്ഥം. എല്ലാവരും നോമ്പ് വളരെ ആത്മാർത്ഥതയോടും ഒരുക്കത്തോടും സന്തോഷത്തോടും കൂടി നോക്കുമ്പോൾ തന്നെ ചുരുക്കം ചിലരെങ്കിലും അത് ഭക്ഷണകാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥ നോമ്പെന്നുള്ളത് ഭക്ഷണം മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തിന്മകളെയും വികാര വിചാരങ്ങളെയും എല്ലാം അടക്കി നിർത്തിക്കൊണ്ടുള്ളതായിരിക്കണമെന്ന് നമ്മുടെ നോമ്പിൻ്റെ നമസ്കാരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാണ്. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണം മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാണ്. കർത്താവെ, ആത്മാവിലും ശരീരത്തിലും ശരിയായിട്ട് നോമ്പ് നോൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മത്തായി 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് 40 പകലും 40 രാവും ഉപവസിച്ചതായി നമുക്ക് കാണാം. സാത്താനെതിരായ പോരാട്ടത്തിൽ ഉപവാസത്തെയും നോമ്പിനെയും ശക്തമായ സംരക്ഷണമായി കർത്താവ് നമുക്ക് കാണിച്ചു തരും. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഉപവാസമാകുന്ന ആയുധം ശരിയാവണ്ണം നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. പുറപ്പാട് 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ മോശയും 40 രാവും 40 പകലും ഉപവസിച്ചതായി കാണുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഏലിയാവും 40 പകലും 40 രാവും ഉപവസിച്ച് യാത്ര പുറപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അനുതാപമാണ് നോമ്പിന്റെ പ്രധാന ചൈതന്യം. ഭക്ഷണപാനീയങ്ങളോടൊപ്പം കോപവും അസൂയവും എല്ലാം വെടിഞ്ഞു വേണം നോമ്പ് നോൽപ്പാൻ. ദുഃഖിതന് സ്നേഹത്തിന്റെ കരം നീട്ടി അവരെന്നെ സഹായിച്ച് സഹചരെ സ്നേഹിച്ച് അലസത വെടിഞ്ഞ് അഗതികളെ കനിവോട് സ്നേഹിച്ചു വേണം നോമ്പ് നോൽക്കാൻ. മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകൾ വെടിഞ്ഞ് നിർമ്മലവും സുന്ദരവുമായ ചിന്തകൾ നിറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതും നികത്തി വേണം നമ്മൾ നോമ്പ് അനുഷ്ഠിപ്പാൻ. കാൽവരിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജമാണ് നമുക്ക് ഈ വലിയ നോമ്പിൽ കിട്ടുന്നത്. സ്വന്തം കുരിശിലെടുത്തുകൊണ്ട് ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിന്റെ കാൽവരിയിലേക്ക് നടന്ന രക്ഷകന്റെ പാദങ്ങളെ നമുക്ക് പിന്തുടരാം. അനുതാപത്തോടുകൂടി പാപങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. സഹനം മാത്രമല്ല നമുക്ക് ഈ നോമ്പുകാലത്ത് കാണാൻ സാധിക്കുന്നത്. ക്ഷമയും കരുതലും പ്രത്യാശയും പാപപരിഹാരവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാൽവരിയിൽ കാണാം. ഇന്നു നീ എന്നോടുകൂടെ പരദേശിയിലായിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് കള്ളന് പ്രത്യാശ നൽകുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന കരുതലും കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം. കാൽവരിയിലെ മരണമല്ല, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ. നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കൈകൾ ഉപവസിക്കട്ടെ അത്യാഗ്രഹമില്ലാതെ, കാലുകൾ ഉപവസിക്കട്ടെ പാപത്തിൻ്റെ പിന്നാലെ ഓടാതെ, കണ്ണുകൾ ഉപവസിക്കട്ടെ പാപകരമായ കാര്യങ്ങൾ കാണാതിരുന്നുകൊണ്ട്, കാതുകൾ ഉപവസിക്കട്ടെ ദുഷ്ട സംസാരവും പിറുപിറുപ്പും കേൾക്കാതെ, വായ് ഉപവസിക്കട്ടെ മോശകരമായ വാക്കുകളിൽ നിന്നും അന്യായമായ വിമർശനങ്ങളിൽ നിന്നും. മോശയും ഏലിയാവും അവർ നൂറ്റുപവാസം 40 നാൾ യേശു നീ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ. നമ്മുടെ കർത്താവും പിതാക്കന്മാരും നോമ്പ് നോറ്റ നാശകനെ തോൽപ്പിച്ചതുപോലെ നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Hi everyone, I am George of grade 7. Today I am going to present the activity of Jesus healing the bent woman from Luke chapter 13 verses 10 to 17. One Sabbath, Jesus was teaching in a synagogue. A woman there had an evil spirit that had kept her sick for 18 years. She was bent over and could not straighten up at all. When Jesus saw her, he called out to her, "Woman,
You are free from your sickness." He placed his hand on her, and at once she straightened herself up and praised God. The official of the synagogue was angry that Jesus had healed on the Sabbath. So he spoke up and said to the people, "There are 6 days in which we should work. So come during those days and be healed, but not on the Sabbath." The Lord answered him, You hypocrites! Any of you would untie your ox or your donkey from the stall and take it out to give it water on the Sabbath. Now here is this descendant of Abraham whom Satan has kept in bonds for 18 years. Should she not be released on the Sabbath? His answer made his enemies ashamed of themselves, while the people rejoiced over all the wonderful things that he did. Thank you. Glory to God. Today I am going to speak about Palm Sunday, a significant event in the Christian faith that marks the beginning of the Holy Week. Let us understand why Palm Sunday holds a special place in our hearts, especially as followers of Jesus Christ. Palm Sunday is a day of celebration and reflection. It commemorates the triumphant entry of Jesus into Jerusalem, riding on a donkey, as crowds laid palm branches and their cloaks on the ground, shouting, "Hosanna! Blessed is he who comes in the name of the Lord." This event fulfilled the prophecy of Zechariah and symbolized the recognition of Jesus as the Messiah, the long-awaited Savior. For us, Palm Sunday serves as a reminder of Jesus' humility and the fulfillment of God's promise. Despite knowing his ultimate destiny of sacrifice and suffering on the cross, Jesus entered Jerusalem humbly, not on a horse as a conquering king, but on a donkey, symbolizing peace and humility. Moreover, Palm Sunday marks the beginning of the Holy Week, a time of deep reflection and spiritual preparation leading up to Easter Sunday. It invites us to walk alongside Jesus as he journeys through his passion, death, and resurrection. Through various events such as the Last Supper, the agony in the Garden of Gethsemane, the betrayal, trial, crucifixion, and ultimately the glorious resurrection, we are reminded of Jesus' immense love for us and his ultimate sacrifice for our salvation. Palm Sunday teaches us valuable lessons of humility, faith, and devotion. It encourages us to reflect on our own lives and how we can emulate Jesus' humility and love towards others. It also reminds us the importance of recognizing Jesus as our Savior and King, not only in times of celebration but in our everyday lives. May this Palm Sunday deepen our understanding of Jesus' love and sacrifice and inspire us to live as his disciples every day. Thank you. Matthew chapter 15, verses 21 to 28. And Jesus went away from there and withdrew to the district to Tyre the Sidon. 22. And behold, a Canaanite woman from the region came out and was crying, "Have mercy on me, O Lord, Son of David. My daughter is severely obsessed by a demon." 23. But he did not answer her a word. And his disciples came and begged him, saying, "Send her away, for she is crying out after us."
See Matthew chapter 15 verses 21 to 28. A woman's faith. Jesus left that place and went off to the territory near the cities of Tyre and Sidon. A Canaanite woman who lived in that region came to him, "Son of David," she cried out, "Have mercy on me, sir. My daughter has a demon and is in a terrible condition." But Jesus did not say a word to her. His disciples came to him and begged him, "Send her away. She is following us and making all this noise." Then Jesus replied, "I have been sent only to the lost sheep of the people of Israel." At this, the woman came and fell at his feet. "Help me, sir," she said. Jesus answered, "It isn't right to take the children's food and throw it to the dogs." "That's true, sir," she answered, "but even the dogs eat the leftovers that fall from their master's table." Jesus answered her, "You are a woman of great faith. What you want will be done for you." And at that very moment, her daughter was healed. Amen.